പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം ഈശോ നിങ്ങളുടെ കൂടെ നടക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നൊരു രഹസ്യം പറഞ്ഞു തരാനാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നല്ല, വിജയരഹസ്യം. ജീവിതത്തിൽ വളരാൻ വേണ്ടി, ഉയരാൻ വേണ്ടി, അത് ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും ഉയരാൻ വേണ്ടിയിട്ടുള്ളൊരു വിജയമന്ത്രം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഈശോയോട് ചേർന്ന് നിൽക്കുക. ഈശോയോട് ചേർന്ന് നിന്നാൽ ഷൈൻ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉയരാൻ പറ്റും. ഒത്തിരി പേരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അതായത് ബിസിനസ് മേഖലയിൽ തകർന്നടിഞ്ഞ വ്യക്തികൾ, അവർ ഈശോയെ ഇങ്ങനെ ആരാധിച്ച് തുടങ്ങുമ്പോൾ, ഈശോയെ ഇങ്ങനെ സ്തുതിച്ച് ഈശോയോട് ഇങ്ങനെ ചേർന്ന് കൗദാശിക ജീവിതത്തിൽ ഇങ്ങനെ നയിച്ച് ആത്മീയ ജീവിതം ഇങ്ങനെ അഭിവൃദ്ധിപ്പെടും തോറും ഭൗതിക ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറിക്കൊണ്ടിരിക്കും. വചനം പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ 15:5, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കണ്ടോ, ഈശോയോട് ചേർന്ന് നിൽക്കണം. മുന്തിരിച്ചെടിയായ ഈശോയോട് ശാഖകളായ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. ഇപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഈശോയോട് പ്രാർത്ഥിക്കാതെയും ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാൻ, നിലനിൽക്കുന്ന ഫലങ്ങളാകണമെന്നില്ല. അനുഗ്രഹപ്രദമായ സന്തോഷപൂർണമായ ഒരു ജീവിതവും ഉയർച്ചയും ആകണമെന്നില്ല ആ ഉയർച്ചകൾ. ഇപ്പോൾ ഉയർച്ച വേണോ, അനുഗ്രഹം വേണോ, ഈശോയോട് ചേർന്ന് നിൽക്കുക, ഈശോയെ സീരിയസ് ആയിട്ട് കാണുക, കൗദാശിക ജീവിതം നയിക്കുക. എപ്പോഴും ഈശോയെ 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 എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉയർച്ചയുണ്ടാവും. ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. നീ ചെയ്യുന്ന ഏത് കാര്യങ്ങളും, നിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടും. ഒറ്റ രഹസ്യമുള്ളൂ, ഒറ്റ വിജയമന്ത്രമുള്ളൂ, ഈശോയോട് ചേർന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.